ഹലോ ഹായ്, നമ്മളെല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ പേര് അമൽ. എൻ്റെ പേര് കീർത്തി. അപ്പം ഞാനിവിടെ പറയാവുന്ന വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇല്ലത്തെ പ്രണയം എന്നാണ്. അപ്പോൾ ആൽബത്തിൻ്റെ കാര്യമോ മറ്റോ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതല്ല. നമ്മുടെ കൂടെ അഭിനയിച്ചതാണ് രേണു ചേച്ചി. അപ്പോൾ ചേച്ചി ഇപ്പം ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട്. അതിൽ നമുക്ക് നല്ല സന്തോഷം തന്നെയാണ് സത്യം പറഞ്ഞാൽ. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു വേദിയിൽ ഇപ്പൊ നിൽക്കുന്നത്. അതെ, നമുക്ക് അഭിമാനമാണ്. നമ്മുടെ കൂടെ പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തകർ അല്ലേ, വർക്ക് ചെയ്തതിൽ നമുക്ക് നല്ല സന്തോഷം. പക്ഷെ പറയാൻ വന്ന കാര്യമൊന്നുമല്ല. കാരണം ചേച്ചി കഴിഞ്ഞ മിനിങ്ങാന്നല്ലേ കഴിഞ്ഞ എപ്പിസോഡില് ചേച്ചിക്ക് തലവേദനയാന്ന് പറഞ്ഞു. ചേച്ചി അവിടെ ഇരുന്നു. അപ്പം അതിനെ കുറച്ച് ഗ്രൂപ്പിൽ പറഞ്ഞു അവര് നാടകം. പക്ഷെ അതൊരിക്കലും നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. കാരണം ലൊക്കേഷൻ ഉള്ളവരായിരുന്നു നമ്മൾ. നിങ്ങൾക്ക് കൃത്യം പറയൂ കീർത്തി. കാരണം ഞങ്ങള് ലൊക്കേഷനിൽ കണ്ടതാ ചേച്ചിയെ തലവേദന. ചേച്ചി കരയായിരുന്നു അവിടുന്ന്. നല്ല പനിയുണ്ടായിരുന്നു. ആ പനിയും തലവേദനയും വെച്ചിട്ട് നമ്മുടെ ഡയറക്ടർ ജിന്നിക്ക പറഞ്ഞ് ഷോട്ട് റെഡിയാണെന്ന് പറഞ്ഞപ്പോ ചേച്ചി ഒരു മടിയും കൂടാതെ വന്ന് അഭിനയിച്ച് ഒരു ടാബ്ലറ്റ്, ആ ടാബ്ലറ്റ് വാങ്ങിക്കൊടുത്തത് എത്ര ഓടിയെന്നറിയാം ടാബ്ലറ്റ് മേടിക്കാൻ വേണ്ടിട്ട്. കാരണം പെട്ടെന്ന്, കാരണം കുറെ ടയേർഡ്, കുറെ എന്തൊക്കെയോ വർക്ക് അല്ലേ, വർക്ക് കഴിഞ്ഞിട്ട് വന്നായിരുന്നു. കുറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് പിന്നെ ഉറക്കവും ഇല്ല ചേച്ചിക്ക്. പോകുന്ന ടൈമിൽ ചേച്ചി നല്ല ടയർഡായിരുന്നു. ഞാൻ കരഞ്ഞത് കണ്ട അത് നമുക്ക് ഫീൽ അടിച്ചു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തക അതിന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ നാടകം കളിച്ചു പറയുമ്പോൾ നമുക്ക് കൊള്ളുന്നു, സങ്കടമാണ്, നല്ല സങ്കടം. അതെ അതെ, നമ്മളിത് പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കൊരു മനസ്സാക്ഷി ഇല്ലാണ്ടായി ഇപ്പൊ. ഒരിക്കലും എനിക്ക് തോന്നുന്നത് ഇത്രയും ജെന്യുവൻ ആയിട്ടൊരു ചേച്ചി വേറെ ഇല്ല. കാരണം ആ ബിഗ് ബോസിൽ വന്ന ഈ ആൾക്കാരിൽ അത്യാവശ്യം ഒരു ജെനുവിൻ ചേച്ചി മാത്രമേ എനിക്ക് ഫീൽ അടിച്ചിട്ടുള്ളൂ. കാരണം ബാക്കിയെല്ലാം കുറെ നാടകം ഗ്രൂപ്പീസ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതില് എനിക്ക് ആളുടെ പേര് അറിയത്തില്ല. അതിൽ വന്നിട്ട് പറഞ്ഞു എന്തോ രേണു ചേച്ചി കയറി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും പറഞ്ഞല്ലോ. എല്ലാം കഴിഞ്ഞ് കയറി വരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇപ്പം വേറെ വർക്കൊന്നും ഇല്ല, അപ്പൊ ഇങ്ങനെ പോയി റീല് ചെയ്യാൻ വേണ്ടി ഇരിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഒരു പ്രായമുള്ള ആളുടെ പേര് നിൽക്കില്ല. എന്നിട്ട് അതേ ആള് നൈറ്റ് സമയത്ത് പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പൊ മനസ്സിലായി ആണെച്ചാ അവർ എത്തിപ്പെടാൻ ചേച്ചി വഴി ഒരു ആക്കലാണ്. പക്ഷെ ആളിതുവരെ ചെയ്തില്ല കേട്ടോ. പക്ഷെ അവിടെ പറഞ്ഞിട്ട് ചേച്ചി കളിയാക്കിയ പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ ഒരിക്കലും ഇൻസൾട്ട് ചെയ്തത്. ഇപ്പം ഇല്ലത്തെ പ്രണയം എന്ന് പറഞ്ഞ ആൽബത്തിൽ മാത്രമല്ല, ചേച്ചിയുടെ ഫസ്റ്റ് ചേച്ചിയുടെ എൻട്രി എന്ന് വെച്ചാല് കരിമേ കണ്ണാൽ എന്ന് പറഞ്ഞ ആൽബമാണ്. എല്ലാരും കേട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയില് ഒരു തരംഗമായിട്ടുണ്ടായത് അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ആ ലൊക്കേഷനിൽ വന്നപ്പോഴും ചേച്ചിക്ക് ഇതേ തലവേദന. അപ്പൊ ഷൂട്ടിന്റെ ഇതൊക്കെ കൊണ്ടായിരിക്കാം ചേച്ചിക്ക് ഇങ്ങനെ നാടകം എന്നൊക്കെ പറയുമ്പോ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. കണ്ടിന്യൂ ആയിട്ടുള്ള വർക്ക് ആയിരുന്നു ചേച്ചിക്ക് ഉണ്ടായിരുന്നു. ഷൂട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയി പിന്നെ യാത്ര ട്രാവലിംഗ് കൂടെ അല്ലേ. അപ്പം അല്ല അന്ന് ഷൂട്ട് കഴിഞ്ഞ് ചേച്ചി പോകുമ്പോ ഏകദേശം 11:45 നൈറ്റ് കുറെ ലേറ്റ് ആയിരുന്നു. ട്രെയിൻ മിസ്സായി. അപ്പൊ അങ്ങനത്തെ എന്തൊക്കെയോ ഇഷ്യൂസ് വന്നു. എന്നിട്ട് ചേച്ചി ബസ്സിനാ വരുന്നത്. അപ്പൊ ട്രാവലിംഗ് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് തലവേദന കൂടും. ഒരു മനുഷ്യന് കണ്ടിന്യൂ ആയിട്ട് ട്രാവൽ ചെയ്ത് ആർക്കാണേലും വരില്ലേ. അപ്പൊ അങ്ങനെ ഉള്ളൂ സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മള് കൂടെ സഹപ്രവർത്തകർ അങ്ങനെ പറഞ്ഞപ്പോ കൊണ്ട് അത് ജസ്റ്റ് പറയാൻ വേണ്ടി വന്നു. ബിഗ് ബോസ് കാണുന്ന ഒരുപാട് ആൾക്കാർ ചേച്ചിയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് ബിഗ് ബോസിൽ അങ്ങനെ ഒരു നാടകം കളിച്ചു. ആ സ്നേഹിക്കുന്നവർ ചിലപ്പോ ചേച്ചിയെ ഒരു ബാഡായിട്ട് കാണും. പക്ഷെ അത് അങ്ങനെയല്ലാന്ന് നമ്മൾ പറയാനാണ്. സപ്പോർട്ട് ചെയ്യുന്ന വളരെ ചുരുക്കം പേരാ ചേച്ചിയെ. കാരണം ചേച്ചിയുടെ നെഗറ്റീവ്സ് കണ്ടുപിടിച്ച് നെഗറ്റീവ് പറയാൻ ഇഷ്ടപ്പെടുന്നവരെ കൂടുതൽ. അപ്പൊ അതിൽ 10 പേരെങ്കിലും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അല്ലാണ്ട് ഈ നെഗറ്റീവ് പറഞ്ഞ് അവരെപ്പോഴും ഒരു എയറിലാക്കുന്നവർക്ക് വേണ്ടിയല്ല. അപ്പം ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക. ചേച്ചിക്ക് എപ്പോഴും നമ്മളുണ്ട് കൂടെ. ഓക്കെ, അപ്പം പുഷ്പ താഴില്ലടാ. ചേച്ചി എപ്പോ വരങ്ങൾ തന്നെ എത്തും. ഇപ്പം നെഗറ്റീവ് പറഞ്ഞാൽ എവിടെ കിടക്കുന്നു, നെഗറ്റീവ് കൊണ്ടല്ലേ ചേച്ചിയെ കളിയാക്കി ഒരു മനസ്സിലായി. ചേച്ചി ഇപ്പൊ എവിടെ എത്തി, ഏത് റേഞ്ചിൽ എത്തിന്ന്. അപ്പം സന്തോഷമുള്ളൂ. വിജയിച്ച് കപ്പ് കൊണ്ടുവരാം. അപ്പൊ അവിടെ ഇല്ലത്തിലെ പ്രണയത്തിന് ടീമിന്റെ വക ഓൾ ദി ബെസ്റ്റ്.